ഗസയിലെ തുർക്കി നിയന്ത്രണത്തിലുള്ള ഖബർസ്ഥാനുകൾ ഇസ്രായേൽ സൈന്യം ടാങ്കുകളും ബുൾഡോസറുകളും ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയതായി റിപ്പോർട്ട്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിനു സമീപം പടിഞ്ഞാറ് അൽ മവാസി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഖബർസ്ഥാനുകൾക്ക് നേരെയാണ് ഇസ്രായേലിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത ക്രൂരത. ആക്രമണത്തെ ഗസയിലെ റിലീജിയസ് എൻഡോവ്മെൻറ്റ് മന്ത്രാലയം അഥവാ ഔഖാഫ് രൂക്ഷമായി അപലപിച്ചു. ഇന്നലെ പുലർച്ചെയോടെയാണ് ഈ ഭയാനകരമായ കുറ്റകൃത്യം നടന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരെ മറവ് ചെയ്ത സ്ഥലമാണിത്. അതേസമയം സ്ഥലം അശുദ്ധമാക്കുന്നതിനും ഖബർസ്ഥാനുകൾ പൊളിച്ചുമാറ്റുകയും മൃതദേഹങ്ങൾ മോഷ്ടിക്കുന്നതിനും കാരണമായെന്നും മന്ത്രാലയം ആരോപിച്ചു. ഈ പ്രവൃത്തി എല്ലാ മതപരവും മാനുഷികവും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ലംഘിക്കുന്ന ക്രൂരവും ക്രിമിനൽ നടപടിയുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖബർസ്ഥാനുകളുടെ പവിത്രതയ്ക്കെതിരായ ഈ നഗ്നമായ ആക്രമണം മരണശേഷവും മനുഷ്യന്റെ അന്തസ്സിനോടുള്ള അവഗണനയാണെന്നും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളിലെ ആഴത്തിലുള്ള ധാർമ്മികവും മാനുഷികവുമായ ശൂന്യതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും മന്ത്രാലയം കുറ്റപ്പെടുത്തി. ആക്രമണത്തിനൊപ്പം സമീപത്തെ അഭയാർത്ഥി ക്യാമ്പുകളും പൊളിച്ചുമാറ്റുകയും 21 മാസത്തിലേറെ നീണ്ട യുദ്ധത്തിൽ അഭയം തേടിയ നൂറുകണക്കിന് ഫലസ്തീൻ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ കുറ്റകൃത്യം ഗസയിലെ സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നതും മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. നിലവിൽ ഗസയിലെ 60 ഖബർസ്ഥാനുകളിൽ 40 ഇസ്രായേൽ സൈനിക നടപടികളിൽ കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തതായി മന്ത്രാലയം വെളിപ്പെടുത്തി. ഈ സംഭവത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്ര സഭയുൾപ്പെടെ അന്താരാഷ്ട്ര നിയമ മനുഷ്യാവകാശ സംഘടനകളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഫലസ്തീൻ ജനതയ്ക്കെതിരായ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ അവസാനിപ്പിക്കാനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയാകണമെന്നും ഫലസ്തീനിലെ മതപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങൾ സംരക്ഷിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ നഷ്ടവും അനീതിയും നേരിടുമ്പോൾ സമാധാനം എന്നത് വെറും യുദ്ധമില്ലായ്മ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ ബഹുമാനവും അന്തസ്സും മനുഷ്യത്വവും ഉറപ്പാക്കുന്ന ഒരു അവസ്ഥ കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. ഖബർസ്ഥാനുകളും മനുഷ്യജീവനുകളും എവിടെയായാലും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അനിവാര്യമാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.